നമസ്കാരം, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇന്ന് ഞാൻ വന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സ്നാക്ക് ഐറ്റം ആയിട്ടാണ്. സ്നാക്കായോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സൂജി ബോൾസ്, റവ കൊണ്ടുണ്ടാക്കാവുന്ന കൊഴക്കട്ടയാണ് ഇന്നത്തെ വിഭവം. അതെങ്ങനെയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു 2.25 കപ്പ് വെള്ളമാണ് വെക്കുന്നത്. വെള്ളം തിളയ്ക്കണം. 1 കപ്പ് റവയ്ക്ക് ഞാൻ 2.25 കപ്പ് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതാദ്യം തിളയ്ക്കണം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല സോഫ്റ്റ് ആവും, അതിനാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം തിളച്ചു വരുമ്പോൾ 1 പിഞ്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം. കായപ്പൊടിയും വെളിച്ചെണ്ണയും ഉപ്പും കൂടി ആകുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ റവ കൊഴക്കട്ടയ്ക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. തിളച്ച വെള്ളത്തിലേക്ക് ഇനി 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി കട്ട പിടിക്കാത്ത വിധത്തിൽ അതിനെ മിക്സ് ചെയ്യണം. നമ്മൾ ഉപ്മാവിനൊക്കെ റെഡിയാക്കുന്ന പോലെ തന്നെ ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല കേട്ടോ ഇതിങ്ങനെ മിക്സ് ചെയ്യാനായിട്ട്. അരി കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് കുഴക്കുന്നതൊക്കെ ബുദ്ധിമുട്ടല്ലേ. ഇതിനെ ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. അപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയും 1 പച്ചമുളകും കൂടി ചതച്ചതാണ് ഇടുന്നത്. കറിവേപ്പിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും ഇടാം. അപ്പൊ ഇതിലേക്ക് ഞാൻ ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഒട്ടും കട്ട പിടിച്ചിട്ടില്ല കേട്ടോ, ഇത് വളരെ സോഫ്റ്റ് ആണ്. ഇനി നന്നായി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം. ഓയിൽ കുറച്ച് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഈ ഓയില് നന്നായിട്ട് പാകമാണ്. ഇനി ഇതിനൊരു 2 മിനിറ്റ് സെറ്റ് ആവാൻ വേണ്ടി വെക്കുകയാണ്. ഇപ്പൊ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ബോൾ ആക്കാം. തണുത്തിട്ടല്ല, ഞാൻ ചൂടോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. ചെറിയ ചൂടിൽ തന്നെ നമ്മൾ അതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്ക് വേവിക്കണം. സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീമും കൂടി ചെയ്യുമ്പോഴേക്കും ഈ റവ ബോൾസ് വളരെ സോഫ്റ്റ് ആയി കിട്ടും. നല്ല ടേസ്റ്റുമാണ്. എന്നാൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നും ഇല്ല കേട്ടോ, നല്ലൊരു ടേസ്റ്റാ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റവ ബോൾസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വറുത്തിടാം. വറുത്തിടാനായിട്ട് ആദ്യം തന്നെ 2 ടീസ്പൂൺ ഓയിലാണ് ഒഴിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് ഇട്ട് കൊടുക്കാം, ചോപ്പ് ചെയ്തത്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും പച്ചമണം മാറുന്നവരെ നമുക്ക് വഴറ്റണം. ഇപ്പൊ ഇത് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ഒനിയൻ ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇതിനെ വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം. നമുക്ക് ഒരുപാട് ഉപ്പ് വേണ്ട. നമ്മുടെ റവ ബോൾസിൽ, സൂജി ബോൾസിൽ ഉപ്പ് ആവശ്യത്തിനുണ്ട്. നന്നായി ഇത് ഇപ്പൊ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 മീഡിയം സൈസ് ടൊമാറ്റോ ഞാൻ പ്യൂരി ആക്കിയതാണ്. ജസ്റ്റ് ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചതാണ്. അപ്പൊ ഈ ടൊമാറ്റോന്റെ തോലൊന്നും ഇങ്ങനെ കിടക്കില്ല. ഇങ്ങനെ ടൊമാറ്റോ പ്യൂരി ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ ഈ ഗ്രേവിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിലെ വെള്ളം വറ്റുന്നവരെ നമുക്കിതിനെ വഴറ്റിയെടുക്കണം. ഇപ്പൊ ഏകദേശം വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗ്രീൻ ക്യാപ്സിക്കമാണ് ഇടുന്നത്. ഗ്രീൻ ക്യാപ്സിക്കവും ജസ്റ്റ് ഒന്ന് സോട്ട് ആയാൽ മതി. അത് റോ ആയിട്ട് കഴിക്കുന്നതുകൊണ്ട് നമുക്കതിനെ സോട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്തി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഞാൻ കായപ്പൊടി ചേർത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ ചേർത്തത് ഒരു 1/2 ടീസ്പൂണോളം ബോംബെ ബിരിയാണി മസാലയാണ്. അതൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല വേണമെങ്കിൽ ചേർക്കാം. പാവ്ഭാജി മസാലയൊക്കെ നന്നായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈ വേവിച്ച് വെച്ചിട്ടുള്ള റവ ബോൾസ് നമുക്ക് ചേർത്തി കൊടുക്കാം. ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് റെഡി ആവട്ടെ. എല്ലാ സ്ഥലത്തേക്കും ആ ഉപ്പും എരിവും പുളിയും ഒക്കെ നമ്മുടെ ചേരണം. ഇതെല്ലാം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം മല്ലിയിലയും കൂടി ചേർത്തി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായി എല്ലാവിടേക്കും ആവട്ടെ. ഇതിനെ ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് മസാലയൊക്കെ അതിൽ പിടിക്കുന്നവരെ നോക്കാം. ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതിലേക്കൊക്കെ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഞാനൊരു 5-10 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ആവാൻ വേണ്ടി വെക്കുകയാണ് ലോ ഫ്ലെയിമില്. അപ്പൊ ഈ റവയുടെ ബോൾസ് അടിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ആ ക്രിസ്പിനെസ്സിനും ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം.
അപ്പൊ ഞാൻ സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന സ്വാദിഷ്ടമായിട്ടുള്ള റവ ബോൾസ് ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒട്ടും മറക്കരുത്. താങ്ക് യു.